തുടങ്ങി ആക്രാന്തം. പതുക്കെ മതി, മെയില് വണ്ടിക്ക് പുറമൊന്നുമില്ലേ? ചുമ്മാ നീയോ കഴിക്കരുതല്ലേ, അവനാവത് വയറ് നിറയെ സാപ്പിടട്ടോ. നീ മെതുവാ സാപ്പിടാ. ആമാ അതുതാൻ കറക്റ്റ്. അമ്മ ഇന്നലെ കണ്ട സിനിമയില് നമ്മ രജനീകാന്ത് ഒന്നങ്ങട് തന്നാണ്ടല്ലോ. തല്ലും വക്കാണൊക്കെ പിന്നെ ആവാം. രാവിലെ പോയ പോക്ക, ടിഫിനും വേണ്ടാം ചാപ്പാടും വേണ്ടാം. ഇങ്ങനെയുണ്ടോ ഒരു തിരക്ക്? അമ്മാ 100 കൂട്ടം വേലയിருக்கு. അതിനൊക്കെ സമയമുണ്ട്. പക്ഷെ സ്വന്തം കാര്യത്തിനും മടത്തര കാര്യത്തിനും ഒന്നും ഉനക്ക് സമയമില്ലേ? ஊருக்கெல்லாம் உபதேசி, ஆனா வீட்டுக்கு பரதேசி. அந்த கொடுவாயில இருக்கிறவா தினம் எப்ப வரணும்னு எழுதிண்டே இருக்கா. അവർക്ക് ഒരു മറുപടി കൊടുക്കണോ വേണ്ടേ? അതിനായിട്ട് ഇപ്പം കൊടുവായിരിക്കും കിടുവായിരിക്കും ഒക്കെ എതുക്ക് പോണോ അമ്മ? ഇവിടെ തന്നെ ഉണ്ടാവില്ലേ ഡാൻസും പാട്ടും ഒക്കെ അറിയാവുന്ന നല്ല നല്ല അമ്മയാര് കുട്ടികള്. കാലിൽ ചവിട്ടില്ല, ഞാൻ ലൈനാക്കി തരാം അമ്മ. ഞാൻ നീ എതുക്കടാ അവൻ കാല ചവിട്ടറായി? അവൻ ചൊല്ലതും വാസ്തവം തന്നെ. ഇവിടെ ആണെങ്കിലും കുട്ടികളെ കിട്ടാൻ അന്വേഷിക്കണ്ടേ? ഇപ്പൊ അങ്ങനെയാണ്. കല്യാണക്കാര്യം പറയാൻ ആരംഭിച്ച മൂക്കത്താശുണ്ടി തല്ലാൻ വരും. കണ്ണാ, അപ്പാവും നാനും ഇതേ കാര്യം ഇന്നലെയും സംസാരിച്ചു. இதோ பாரு, ഞങ്ങൾക്കോ പ്രായമായി വരികയാണ്. உனக்கு நல்லா பிடிச்ச ஒரு பொண்ணு. அவ வந்து மகாலட்சுமி மாதிரி நிறைஞ்சு நிக்கிறத நாங்களும் பார்க்க வேண்டாமா? കറക്റ്റ്, അതുതാ ശരി. വെട്ടി വിഴുങ്ങിയച്ചേ പുറത്തേക്ക് ഇറങ്ങി വാ, ശരിയാക്കി തരാം. അമ്മ വെങ്കിടി അണ്ണന്റെ സൂക്കേട് പുരിഞ്ചതാ. എന്നതേ? അണ്ണന് വന്ന് ഒരു തങ്കமான சிங்கமான பொண்ணை ரொம்ப இஷ்டம். கடவுளே, அது யாரா? அது நான் எப்படி சொல்லுவேன்? சும்மா வாயாலே சொல்லுடா. அம்மா அது 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 நம்ம ருக்மிணி. ஐயோ, ருக்மிணியா? ஐயோ ஆண்டவா, அவ என்கிட்ட சொல்லவே இல்லையே. ஏன்னா இத கேட்டேலா? ஐயோ என்னங்க? என்ன நம்ம வைத்தி சொல்றத கேட்டேளா? என்ன? ஏன்னா அவ ஏன் பிள்ளடி போங்கண்ணா. இங்க வாடா. ആഹാ, ടിഫിൻ പ്രമാദമാച്ചേ. ഫുൾ ടീ ഫുൾ. ദോ പാര്, ഒരു കാര്യം ഞാൻ ചൊല്ലിവിടേ. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ടാലുണ്ടല്ലോ അടിച്ച് മുഖത്തോട് ഷേപ്പ് മാറ്റുവേൻ. കൊടുവായൂരുകാർ എപ്പ വരണം, എങ്ങനെ വരണം, എന്തിനു വരണം, അവരെ എന്ന് പോയി കാണണം, ഇതൊക്കെ തീരുമാനിക്കാൻ ഇവിടെ ആളുണ്ട്. അല്ല അമ്മ പറഞ്ഞ വേണ്ട, വിശദീകരണം ഒന്നും വേണ്ട. പിന്നെ അറിയാലോ, സ്വന്തം കാര്യം നിശ്ചിതാംബൂലം ഒന്നും കഴിഞ്ഞിട്ടില്ല, അത് ഓർമ്മ വെച്ചുക്കോ. നടന്നോ, ഞാൻ ഇപ്പൊ വന്നേക്കാം. പറയണ്ട. ഓ, ഡാൻസ് റിഹേഴ്സൽ മുടക്കാൻ പറ്റില്ലാലോ അല്ലേ? എല്ലാം ഞാൻ അമ്മക്കിட்ட ചൊല്ലിയാച്ച്. മംഗല്യം തന്തു അയ്യോ, ഞാൻ തീരുമാനിച്ചൊന്നുമല്ല. സത്യം പറഞ്ഞ അരങ്ങത്ത് കയറാൻ എനിക്ക് ഇപ്പഴും പേടിയാ. പിന്നെ എല്ലാരും കൂടി പറഞ്ഞപ്പോ. എല്ലാരും കൂടിയോ? ആരാ എല്ലാരും? മനസ്സിലായി കേട്ടോ. ഇപ്പൊ ഒരാൾക്ക് ഡാൻസിന്റെ റിഹേഴ്സൽ കാണാനും അതിന്റെ ഒരുക്കങ്ങൾ കോടി നടക്കാനും സമയമുള്ളൂ അത്രേ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഒക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ. മദിരാശിന്ന് പാട്ടുകാരെയും കൊട്ടുകാരെയും ഒക്കെ കൊണ്ടുവരണമെന്നോ. എത്ര വേഗം ആളുകൾ ഇതൊക്കെ അറിയണേ. ഇതൊന്നും അത്ര രഹസ്യമായി വയ്ക്കാൻ പറ്റില്ല രുക്കോ. ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ളൂ. നീ ഭാഗ്യവതിയാ. ജീവിതത്തില് പലതും മോഹിച്ചവളാണ് ഞാനും. ഇപ്പൊ ഞാനൊന്നും മോഹിക്കാറില്ല. അതുകൊണ്ട് ദുഃഖമില്ല. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ? പരദൂഷണ 100 ആയിസ. ഞങ്ങള് വെങ്കടിയെ പറ്റി പറയായിരുന്നു. ഉത്സവം മുഴുവൻ ഞങ്ങളുടെ ഏറ്റെടുത്തിരിക്കല്ലേ. ഞാനിവിടെ ഉള്ളപ്പോഴെങ്കിലും എല്ലാം ഒന്ന് ഭംഗിയായിട്ട് നടന്നു കണ്ടാക്കൊള്ളാന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ. അല്ല, നമ്മുടെ സൈക്കിൾ വാദ്യരുടെ കണ്ടിട്ട് വേണം ചെലവ് ചെയ്യിക്കാൻ. വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. ഞാനും അവനന്വേഷിച്ചെന്നെ ഇറങ്ങിയത്. കാലത്തെ വന്ന് തിരുമുഖം ഒന്ന് കാണിച്ചാ പിന്നെ ഒരു ഒറ്റ മുങ്ങ. ഏതായാലും ഉത്സവം കഴിഞ്ഞിട്ടല്ലേ കല്യാണം ഉണ്ടാവുള്ളൂ.
അതിനു മുമ്പ് ഉണ്ടാവില്ല. ഇനിയിപ്പോ സമയമില്ലല്ലോ. നിന്റെ കാര്യമല്ല ചോദിച്ചത്, അമ്മുന്റെയും വൈദ്യുടെയും കാര്യം. അയ്യയ്യേ. മാഷ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. 3 ആളും കൂടി പരസ്യമായിട്ട് ഉറക്കുറക്കി സംസാരിക്കുക, പൊട്ടിച്ചിരിക്കുക, ആരെങ്കിലൊക്കെ കാണുന്ന വിചാരങ്ങളും വേണ്ടേ? എന്റെ നരസു, ഇതിലൊക്കെ എന്താ അത്ര അമർഷം കൊള്ളാനുള്ളത്? സന്തോഷിക്കല്ലേ വേണ്ടത്? അവരൊക്കെ ഒന്നിച്ച് കളിച്ചു വളർന്നവരാ. അവരുടെ കാര്യമില്ലെന്ന് ആ ലെവൽ അതിൽ പോക്ക. നമ്മുടെ ഹിന്ദു അങ്ങനെയാണോ? ഒന്നുമില്ലെങ്കിൽ തറവാട്ടിപ്പുറത്തൊരു പെൺകുട്ടിയല്ലേ? അവരൊക്കെ ബുദ്ധിയും വിവേകമുള്ള കുട്ടികളാ നരസു. അവരുടെ ഭാഗത്തുനിന്ന് ഒരു അപാകത ഉണ്ടാവില്ല. ഞാൻ കണ്ടത് പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്കിതൊന്നും അങ്ങോട്ട് പിടിക്കണില്ല. നാളെ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായാൽ ദുഃഖിക്കാൻ മാഷേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, ഞാൻ നരസുവിനെ കുറ്റപ്പെടുത്തല്ല. എല്ലാവരും ഒന്നിച്ചും ഒരുമിച്ചും സ്നേഹിച്ചും കാണണമെന്ന് എനിക്കുള്ളൂ. അല്ലാതെ കാണുമ്പോ ഒരു വിഷമം. അതൊക്കെ പോട്ടെ. പിന്നെ മറ്റൊരു കാര്യം, മാഷ വെങ്കടി ഒന്ന് കാര്യമായിട്ട് ഉപദേശിക്കണം. കൈകാര്യം ചെയ്യാൻ എനിക്കറിയാനിട്ടല്ല. എന്റെ സ്വഭാവം മാഷ്ക്കറിയാലോ. കൈ കിട്ടിയ വെട്ടൊന്നും മുറി 2. പിന്നെ ഈ ജന്മം അവനെ നീറ്റടക്കില്ല. ഈ ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി എന്തിനാ അവന്റെ മെക്കെട്ട് കയറുന്നേ? നരസൂനോട് ഏറ്റുമുട്ടാൻ മാത്രം അവനായിട്ടില്ല. അതിനി വെങ്കടി ആദ്യേ ചിരിക്കണം. അപ്പോ ഞാൻ വരട്ടെ മാഷേ. എന്തിനാ ഇങ്ങനെ മഴ നനയണത്? 100 ആയുസ. ഇപ്പൊ ഇന്ദുന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞ് നാവ് എടുത്തുള്ളൂ. വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. ഞാൻ മാനസ സഞ്ജരരേ ഈ വീടും പറമ്പും വിറ്റ ഇയാളുടെ കടം തീരും അച്ഛാ. പിന്നെ ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരില്ലല്ലോ അച്ഛാ. മരുന്ന് ഇനി എന്നാ മടക്കം? ഉത്സവം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. നിന്റെ അണ്ണനെ വെട്ടിച്ച് പുറത്തേട്ടപ്പോ. ഓ അല്ല, കണ്ടാൽ എനിക്കിപ്പോ വലിയ പേടിയൊന്നുമില്ല. അയ്യോ, ഞാനാണെങ്കി നിന്നെ കോവിലും മടത്തിലൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുക. നീയാണെങ്കി ഇവിടെ കൊണ്ട് സൈക്കിളിൽ ചുറ്റിത്തിരിഞ്ഞ്. പിന്നെ ശിവപുരത്തുനിന്നൊരു ആലോചന വന്ന് അറിയാലോ. അത് ഞാൻ തീരെ വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല. കാലത്ത് മടത്തിൽ വരാന്ന് പറഞ്ഞു കണ്ടില്ല, കോവിൽ എത്തിക്കൊള്ളാന്ന് പറഞ്ഞ അങ്കയില്ലേ. എന്നിട്ടിപ്പോ രണ്ടും കൂടി സൈക്കിൾ. അണ്ണേ, ഇത് കറക്റ്റ് മിസ്റ്റേക്ക്. സത്യമായിട്ട് ഇങ്ങനെ ചെയ്യില്ല. ഇത് ലാസ്റ്റ്. ശരിക്കും കുനിഞ്ഞു പോടാ. സൈക്കിൾ എടുക്ക, പെട്ടെന്നാവട്രാ. കേറടി, വേഗം വീട്ടിൽ വെക്കണം. ഓ ഓ ഇനി എന്നാ മടക്കാം? തന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് പോടാ പട്ടി. മോളെ, ഞാൻ പോവാ. അമ്മാളൊന്ന് വൈകിട്ട് വരൂ. പീടികയിൽ പോവാനാ. വരാം മോളെ. എന്താടാ? എന്നാ തമ്പി പോടാ. മാഷില്ലയാ? അച്ഛൻ താലൂക്ക് ഓഫീസർ പോയിരിക്കുക. എന്താ വിശേഷിച്ച്? ആരോ ചിലരെയൊക്കെ കാണാനുണ്ടെന്ന് പറയണ കേട്ടു. പാവം. വിശ്രമിക്കേണ്ട ഈ പ്രായത്തില് ഇങ്ങനെ ഓടി നടക്കുക. ഞാൻ പലവട്ടം പറഞ്ഞതാ, കേക്കണ്ടേ? ഇന്ദുവിന് പറഞ്ഞാ മനസ്സിലാവുമല്ലോ. കൊടുത്ത പണം തിരികെ വാങ്ങുന്ന കാര്യത്തിൽ നരസൊരു മന്നനാ. അതിന് ചിലപ്പോ പല പണിയും വേണ്ടി വരും. പക്ഷെ അതൊക്കെ ഈ തഞ്ചവും തരവും നോക്കിയുള്ളൂ. ഇത്രയും കാലായിട്ട് മുഷിഞ്ഞൊരു നോട്ടം, കടുത്തൊരു വാക്ക് എന്റെ പക്ഷത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയുണ്ടോ? മാഷ എന്റെ മാഷ. പിന്നെ ഇന്ദു, നിങ്ങൾ എനിക്ക് അന്യരല്ല. ഇഷ്ടം തോന്നിയാ കിട്ടാനുള്ള പുല്ല് വേണ്ടാന്ന് വെക്കും. അതാ നരസിന്റെ ഉള്ളു. ഇതുവരെ കല്യാണം കഴിക്കാത്ത ഞാൻ എന്തിനാ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത്? ഇപ്പൊ പുറമേന്ന് ആരുമില്ലല്ലോ.
അതുകൊണ്ട് പറയുക, ഇന്ദു തെറ്റിദ്ധരിക്കരുത്. ഇത്രയും ഐശ്വര്യമുള്ളൊരു മുഖം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹായ്, എന്റെ അമ്മയാണ് സത്യം. ഞാൻ ദിവസവും വിചാരിക്കും ഇങ്ങനൊരു മുഖം കണി കണ്ടിറങ്ങിയ അന്ന് 100ക്ക് 100. ഹായ്, അത് കൊള്ളാം. വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഒരു മര്യാദക്കെങ്കിലും എന്താ കുടിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കാം. എന്താ ഉള്ളത്? ഇപ്പോ സംഭാരം ഉണ്ടാവും. അത് തന്നെ എനിക്കും വേണ്ടത്. രണ്ടാളും ഒരുപോലെ ചിന്തിച്ചു എന്നർത്ഥം. ഒരു മൊന്ത ആയിക്കോട്ടെ. എന്താ ദാഹം? ഉടുരാജമുഖി അഗരാജഗട്ടി ഇന്ദു പേടിച്ചു അല്ലേ? സംഹാരം കൊണ്ടൊന്നും തീരും ദാഹമല്ല. ഇപ്പെന്റെ ഇന്ദു, ആളുകൾ പറഞ്ഞു കേൾക്കണ അത്ര ഭക്ഷണത്തിനൊന്നും എനിക്കില്ല. എന്നാൽ ഒന്നുണ്ട്, ഇഷ്ടമുള്ളതൊക്കെ വേണമെന്ന് തോന്നുക. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വേണമെന്ന് വെച്ചാ തരാനുള്ള മുതലും പലിശയും എല്ലാം വെട്ടി കാട്ടിലെറിയാം. ഒരു വട്ടം ഇതൊക്കെ ഒരു രസമല്ലേ എന്തോ? പേടിക്കാനൊന്നുമില്ല. ദൈവം കൊണ്ട് തന്നതാ ഇങ്ങനൊരു അവസരം. കൂകിയൻ ആർക്കാ നാണക്കേട്? ഞാൻ ചീത്ത, അതിന്റെ കൂടെ ഒന്നുകൂടി. എനിക്കത്രേ ഉള്ളൂ. പിന്നെ സ്നേഹം കൊണ്ട് കാര്യം നേടാനാ എനിക്കിഷ്ടം. അല്ലെങ്കിൽ നരസുന് വേറൊരു മുഖമുണ്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലും മാന്യമായിട്ട് ജീവിച്ചോട്ടെ. ഈ മാന്യതയെ കുറിച്ച് എന്നോട് പൊളുത്തണ്ട. ഗൾഫിന്റെ മണം ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴും വരാം, എന്തുമാകാം. എന്റെ എന്താ പണമില്ലേ? ആണല്ലേ ഇന്ദു? ഇവിടെ നടന്നൊന്നും പറയണ്ട, മനസ്സിലായില്ലേ? നരസോടെ വെങ്കടി, വഴക്കൊന്നും ഉണ്ടാക്കരുത്. അച്ഛനെങ്ങാനും അറിഞ്ഞ. ഉനക്കിങ്ങനെ വേലേ? അതാ നാനും കേക്കറേ. ഉനക്കെന്നൊക്കെ വേലേ? ഇറങ്ങിപ്പോടാ. ഇല്ലെന്നാ വേണ്ടപ്പെട്ടവരുടെ അനുവാദത്തോടെ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെന്നാ അവൻ ചൊല്ലട്ടും. ഏമാ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മറുപടിയെ നീ നരസൂന്നലെ കൈവച്ചിട്ട് അല്ല മാഷ വീടായി പോയി. അല്ലെങ്കിൽ ഇടിച്ച് നിന്റെ മുഖം ഞാൻ പൊളിക്കും. ഇറങ്ങിപ്പോടാ. മിടുക്കൻ, മിടുക്കൻ, വെങ്കടിയുടെ വിശ്വസ്ത സേവകൻ, ഹനുമാൻ കൊരങ്ങൻ. ഇങ്ങനെ കരയാൻ മാത്രമേ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? അവന്റെ സംസ്കാരം അവൻ കാണിച്ചു, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും ഇത് മാഷ അറിയണ്ട. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ കാരണം വീണ്ടും പഴയ വൈരാഗ്യവും വഴക്കും ഒക്കെ. ഏയ്, ഇതൊന്നും ഇല്ലെങ്കിലും അവനെ ഞാൻ ചിലതൊക്കെ വെച്ചിട്ടുണ്ട്. അതിനും കൂടെ ഞാൻ വന്നത്.